ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെബ് സീരീസുകൾ കാണാൻ ഇഷ്ടമുള്ളവർ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പെഹേർദാർ എന്ന വെബ് സീരീസിൻ്റെ കഴിഞ്ഞ സീസണിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കൂ. കഥയിലെ ഹീറോയിൻ ദൂരെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയ ശേഷം മാമനാർ അവളുമായി അടുപ്പം സ്ഥാപിക്കുകയും അവർ തമ്മിലുള്ള ബന്ധം വളരുകയും ചെയ്യുന്നു. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ എന്നത്തെയും പോലെ ഹീറോയിനും മാമനാരും സന്തോഷമായി ഇരിക്കുന്നത് കാണിക്കുന്നു. ആ സമയം ആരോ ഡോറിൽ തട്ടി വിളിക്കുന്നത് കേട്ട് അവർ ആകെ പേടിച്ചു. വാതിൽ തുറന്നു നോക്കുമ്പോൾ തൻ്റെ നാട് വിട്ടുപോയ ഇളയ മകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവിടെ എത്തുന്നു. എന്നാൽ മകനെ കണ്ട അയാൾ കലിപ്പിലായി. വേഗം എൻ്റെ കൺമുന്നിൽ നിന്ന് പോകാനായി അയാൾ മകനോട് പറഞ്ഞു. പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നാൽ എനിക്കിപ്പോൾ പോകാനൊരിടം ഇല്ല, ജോലി പോലും ഇല്ല, അതിനാൽ ഞങ്ങളോട് ക്ഷമിച്ച് വീട്ടിൽ കയറ്റണമെന്നവൻ അച്ഛനോട് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അയാൾ സമ്മതിക്കുന്ന ലക്ഷണം ഇല്ലായിരുന്നു. ആ സമയം ഇളയ മകൻ്റെ ഭാര്യയായ പൂജ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അയാളോട് അപേക്ഷിക്കുന്നു. അതോടെ അയാൾ അവളെ നന്നായി ശ്രദ്ധിക്കുന്നു. ആ വാക്കുകളിൽ മയങ്ങിപ്പോയ അയാൾ അവരോട് ക്ഷമിക്കാൻ തീരുമാനിച്ചു. ഇവൾ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്ന് അയാൾ മകനോട് പറഞ്ഞു. ശേഷം ഹീറോയിൻ വന്ന് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർക്ക് കഴിക്കാൻ എടുക്കാമെന്നും വേഗം പോയി കുളിച്ചിട്ട് വരാനും ഹീറോയിൻ അവരോട് പറഞ്ഞു. അതൊക്കെ കേട്ട പൂജ ഹീറോയിൻ അവർക്ക് നല്ല സപ്പോർട്ടാണെന്നതിൽ സന്തോഷിക്കുകയും ഹസ്ബൻഡിനോട് അവളെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. തുടർന്ന് രാത്രിയിൽ മാമനാറാകെ ദേഷ്യത്തിലായിരുന്നു. ഹീറോയിൻ അയാളുടെ അടുത്തേക്ക് വന്ന് താൻ തെറ്റായി ഒന്നും ചെയ്തതല്ല, തന്നോട് ക്ഷമിക്കണമെന്ന് അയാളോട് പറഞ്ഞു. അങ്ങനെ അയാളുടെ ദേഷ്യം തീർക്കാനായി ഹീറോയിൻ അയാൾക്കൊപ്പം അവിടെ തകർപ്പൻ പരിപാടി നടത്തുന്നു. ഇതേസമയം പൂജയും ഹസ്ബൻഡും അവരുടെ ആദ്യ രാത്രി അവിടെ ആഘോഷിക്കുന്നതായി കാണിക്കുന്നു. ആ സമയം മാമനാർ വെള്ളം കുടിക്കാനായി റൂമിൻ്റെ പുറത്തേക്ക് വരുന്നു. ആ സമയം മകൻ്റെ റൂമിൻ്റെ അടുത്തു നിന്നും വന്ന ഒച്ച കേട്ട് അയാൾ പോയി നോക്കുന്നു. അവിടെ പൂജ ഹസ്ബൻഡുമായി വഴക്കിടുന്നു. പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്ന അവൻ പാതി വഴിക്ക് വെച്ച് നിർത്തിയത് അവൾക്ക് ഇഷ്ടമായില്ല. എപ്പോഴും നീ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് അവൾ അവനെ വഴക്ക് പറയുന്നു. ഇതെല്ലാം മാമനാർ ജനലിലൂടെ നോക്കി നിൽക്കുന്നു. ഇവിടെയും തൻ്റെ സഹായം വേണ്ടിവരുമെന്ന് അയാൾ മനസ്സിൽ ചിന്തിച്ച ശേഷം അവിടെ നിന്നും പോകുന്നു. തുടർന്ന് അടുത്ത വീട്ടിലെ അങ്കിളിൻ്റെ മരുമകൾ അവളുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു. അവൾ പോകുന്നതിൽ അങ്കിളിന് നിരാശയായിരുന്നു. അങ്ങനെ ആ രാത്രിയിൽ അവർ ഒന്നിച്ച് കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ ചേച്ചി അങ്കിളിൻ്റെ നിരാശ അകറ്റുന്നു. അടുത്ത ദിവസം മാമനാർ വ്യായാമം ചെയ്യുന്നത് പൂജ നോക്കി നിൽക്കുന്നതായി കാണിക്കുന്നു. ശേഷം അയാൾ മകനെ വിളിച്ച് ചില ജോലികൾ ഏൽപ്പിക്കുകയും അവനത് ചെയ്യാനായി പോവുകയും ചെയ്യുന്നു. ആ സമയം ഒരു ചാക്ക് പോലും തൂക്കിയെടുക്കാൻ പറ്റാതെ നിന്ന അവനെ നിനക്കൊന്നും പറ്റില്ല, അതിനൊക്കെ നല്ല എനർജി വേണമെന്ന് അയാൾ പൂജയും കേൾക്കാൻ മട്ടിൽ സംസാരിച്ച ശേഷം അയാൾ തന്നെ അതെടുത്ത് ചുമന്നുകൊണ്ട് പോകുന്നു. തുടർന്ന് പൂജയ്ക്ക് ഒരു സാരി വാങ്ങി അവളുടെ കയ്യിൽ കൊടുക്കാനായി അയാൾ ഹീറോയിനെ ഏൽപ്പിച്ചു. അവൾ അയാൾ തന്നെ ചതിക്കാൻ തുടങ്ങുകയാണെന്ന് ഓർക്കാതെ അത് വാങ്ങി പൂജയ്ക്ക് കൊടുക്കാനായി പോയി. ശേഷം പൂജ കുളിക്കാനായി പോയ തക്കത്തിൽ അയാൾ മറഞ്ഞു നിന്നും കാണുന്നു. അന്ന് തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി അവളുമായി ബന്ധം സ്ഥാപിക്കാനായി അയാൾ തീരുമാനിച്ചു. അതിനായി അന്ന് രാത്രിയിൽ മകനെ ചില ജോലികൾ ഏൽപ്പിച്ച് അയാൾ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ശേഷം ഹീറോയിനെ കൂട്ടി റൂമിൽ പോയ അയാൾ പൂജയെയും മകനെയും പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നും വീട്ടിൽ ആരുമില്ല എന്നും അതിനാൽ നല്ല ഉച്ചത്തിൽ അലറി വിളിച്ചാൽ പോലും ഇന്ന് പ്രശ്നമില്ല എന്ന് അയാൾ ഹീറോയിനോട് പറയുന്നു. അവൾ അത് വിശ്വസിക്കുന്നു. ശേഷം അവർ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. ആ സമയം റൂമിലെ ശബ്ദം കേട്ട് പൂജ അവർ ചെയ്യുന്നത് പുറത്തുനിന്നും കാണാനിടയാകുന്നു. ഇവൾ എന്താ ഇങ്ങനെയൊക്കെ മാമനാർക്കൊപ്പം ചെയ്യുന്നതെന്നോർത്ത് പൂജ ഷോക്കായി നിന്നു. പക്ഷേ അവൾ ചെയ്യുന്നതെല്ലാം ആസ്വദിച്ചവർ കണ്ടു നിന്നു. അടുത്ത ദിവസം മകൻ അയാളെ കാണാനായി വന്നു. ഇനിയും തന്നോടുള്ള ദേഷ്യം മാറാത്തതിൽ അവൻ പരാതി പറഞ്ഞു. എന്നാൽ ദേഷ്യം മാറണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെയൊക്കെ ഇനിയും നീ അനുസരിച്ചാലേ സാധിക്കൂ എന്ന് അയാൾ പറയുന്നു. ശേഷം മൂത്ത മരുമകൾ ചെയ്യുന്ന പോലെ പൂജയോടും തൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായി അയാൾ മകനോട് പറഞ്ഞേൽപ്പിക്കുന്നു. അവൻ പൂജയോട് ഈ കാര്യം പറയുകയും അവൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. തുടർന്ന് തൻ്റെ കാലൊന്ന് മസാജ് ചെയ്തു തരാനായി അയാൾ പൂജയോട് പറയുന്നു. അങ്ങനെ അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അയാളുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവൾ അവിടെ നിന്നും പോയി. തുടർന്ന് രാത്രിയിൽ അയാൾ നന്നായി മദ്യപിക്കുന്നു. ഹീറോയിൻ വന്ന് അയാളെ കിടക്കാൻ പോകാനായി വിളിച്ചിട്ടും അയാൾ പോകാൻ കൂട്ടാക്കുന്നില്ല. അടുത്ത ദിവസം അയാൾ കുളിക്കാനായി പോകുമ്പോൾ മുതുക് തേച്ച് തരാനായി അയാൾ പൂജയെ വിളിച്ചു. പക്ഷേ അവൾക്ക് വീണ്ടും അയാളുടെ ചെയ്തികൾ ഇഷ്ടമാകാത്തതിനാൽ അവൾ അവിടെ നിന്നും പോകുന്നു. തുടർന്ന് രാത്രിയിൽ പൂജയും ഹസ്ബൻഡും തകർപ്പൻ പരിപാടികൾ നടത്തുന്നു. പക്ഷേ എപ്പോഴത്തെയും പോലെ അവൻ പാതി വഴിക്കെല്ലാം അവസാനിപ്പിച്ചു. അതിലവൾക്ക് കലിപ്പാകുന്നു. തുടർന്ന് മാമനാർ അവളോട് സംസാരിച്ചു. ഇത്തവണ വളരെ ഓപ്പണായി മകൻ്റെ കുറവുകൾ അവളോട് പറയുകയും മാത്രമല്ല ഹീറോയിനുമൊത്ത് അയാൾ ചെയ്ത കാര്യം പൂജ കണ്ടു എന്ന് തനിക്ക് അറിയാമെന്നും അയാൾ അവളോട് പറഞ്ഞു. കൂടാതെ അയാൾ അവളോട് തൻ്റെ ഒപ്പം കഴിയാനായി വിളിക്കുന്നു.
അതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത പാർട്ടിൻ്റെ സ്റ്റോറിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീരീസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.